പിന്നെ നമ്മളിവിടെ നോക്കണതേ പപ്പടം ഉണക്ക ചെമ്മീനും കൂടെ ചേർത്തിട്ടുള്ള ചമ്മന്തിയാണ്. ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. തലയും വാലും ഒക്കെ നുള്ളി കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീൻ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. കരിഞ്ഞു പോകരുത്. തീ നല്ലോണം കുറച്ചിട്ടിട്ട് വേണം നമ്മളത് ചൂടാക്കിയെടുക്കാൻ. ഞാൻ അവിടെ എടുക്കുന്നത് 3 പപ്പടമാണ്. പപ്പട ചമ്മന്തി, പപ്പടം പ്ലസ് ഉണക്കച്ചെമ്മീൻ. അതിലേക്ക് 3 പപ്പടം എടുത്തിട്ടുണ്ട്. പപ്പടം നന്നായിട്ട് വറുക്കുക. ചില നാട്ടിൽ പപ്പടം കാച്ചാന്ന് പറയും, ചിലയിടത്ത് പപ്പടം വറുക്കാന്ന് പറയും. ഇതുപോലെ നന്നായി മൂപ്പിച്ചെടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ചമ്മന്തിയിലേക്ക് ആവശ്യമുള്ളത്. ഒന്ന് ശരിക്ക് തേങ്ങ, പിന്നെ ഒരു തണ്ട് വേപ്പില ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ചേർക്കാം, അതല്ലെങ്കിൽ വറുത്ത് ചേർക്കുന്നവർക്ക് വറുത്ത് ചേർക്കാം. പിന്നെ ഞാൻ എൻ്റെ മുളകിൽ നിന്ന് പൊട്ടിച്ചിട്ടുള്ള കുറച്ച് കാന്താരി മുളകും ഒരു 2 വെള്ളമുളകും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഇത്തിരി നെല്ലിക്കൊന്നുമില്ല, ഒരു ചെറിയൊരു ലൂബിക്കായുടെ അത്ര 3 പുളി, വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ, പിന്നെ നമ്മുടെ 3 പപ്പടം. ഇനി നമുക്ക് ചമ്മന്തി എങ്ങനെയാണെന്ന് നോക്കാം പൊടിക്കണത്. കുറച്ച് നമ്മൾ മുളക് പൊടി ചേർക്കണം കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം. ആദ്യം വേപ്പിലയും നമ്മുടെ പച്ചമുളകും കൂടിയിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ടാണ് വേപ്പിലയും പച്ചമുളകും ആദ്യം ചേർത്തിട്ട് അരയ്ക്കുന്നത് കേട്ടോ. ഉണക്ക ചെമ്മീൻ ചേർക്കണം. ചെമ്മീൻ പൊടിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതാ പുളി അതിൽ വെക്കുക. അതിന് ശേഷം അതിനാവശ്യമുള്ള ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് കേട്ടോ. കല്ലുപ്പ് എടുക്കുക. അതും കൂടെ ഒന്ന് മിക്സ് ആയതിന് ശേഷമാണ് നമ്മൾ തേങ്ങയും മുളക് പൊടിയും ചേർക്കുക. ഒടുവ് നമ്മൾ തേങ്ങയും മുളക് പൊടിയും കൂടി അമ്മിയിൽ വെച്ച് കൊടുത്തു കേട്ടോ. ഇതൊന്ന് ചതച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം വേണം നമ്മൾ പപ്പടം കൂടി ചേർക്കാൻ. പപ്പട ചമ്മന്തി സൂപ്പർ ടേസ്റ്റാണ്. പക്ഷേ അതിനോടൊപ്പം ചെമ്മീനും ഉണക്ക ചെമ്മീനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിലും ടേസ്റ്റാണ്. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തിയുടെ അവസാനത്തെ പണിയായി. എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കതൊന്ന് ഉരുട്ടാൻ. കണ്ടില്ലേ? എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ പപ്പട ചമ്മന്തി. പപ്പടം ഉണക്ക ചെമ്മീൻ.